ജഡ്ജിമാരെ വിമർശിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട ആർ രാജേഷ് MLA-ക്കെതിരായ കോടതിയലക്ഷ്യ നടപടി റദ്ദാക്കി. സിംഗിൾ ബെഞ്ച് സ്വമേധയാ സ്വീകരിച്ച നടപടിയാണ് റദ്ദാക്കിയത്. നടപടിക്രമം പാലിക്കാതെയാണ് സിംഗിൾ ബെഞ്ച് കോടതിയലക്ഷ്യ നടപടി സ്വീകരിച്ചതെന്ന് ഡിവിഷൻ ബെഞ്ച്. ലീഗൽ കറസ്പോണ്ടന്റ് ഷപ്ന ചേരുന്നു. ഷപ്ന, ഈ കേസിലെ വിവരങ്ങൾ. ലക്ഷ്മി, കേരള സർവകലാശാല രജിസ്ട്രാർ അനിൽകുമാറിൻ്റെ ഹർജിയുമായി ബന്ധപ്പെട്ട് കേസ് പരിഗണിക്കുന്നതിനിടെയായിരുന്നു സിംഗിൾ ബെഞ്ച് ഇത്തരത്തിലൊരു വിവാദ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് പരാമർശിച്ചത്. ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം ഒരു പോസ്റ്റ് ഇട്ടിരുന്നത്. കോടതിയിൽ ഇരിക്കുന്നത് നീതിദേവതയാണ്, ഭാരതാംബ അല്ല എന്ന രീതിയിലുള്ള പരാമർശം ഈ ഫേസ്ബുക്കിൽ നടത്തിയിരുന്നു. അതിനെ ആണ് സിംഗിൾ ബെഞ്ച് വലിയ തോതിൽ വിമർശനം ഉന്നയിക്കുകയും സ്വമേധയാ കോടതിയലക്ഷ്യ നടപടി മുൻ MLA-ക്കെതിരെ സ്വീകരിക്കണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തത്. അതിനുശേഷം പിന്നീട് ഈ മുൻ MLA രാജേഷിനോട് നേരിട്ട് ഹാജരാകാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ രാജേഷ് ഇതുമായി ബന്ധപ്പെട്ട് അപ്പീൽ ഡിവിഷൻ ബെഞ്ചിന് സമർപ്പിച്ചു. ഡിവിഷൻ ബെഞ്ചിൽ ആദ്യഘട്ടത്തിൽ അപ്പീൽ സമർപ്പിക്കുകയും നടപടിക്രമങ്ങൾ പാലിച്ചില്ല, അതുകൊണ്ട് തന്നെ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണം എന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തെങ്കിലും ഡിവിഷൻ ബെഞ്ച് ആദ്യഘട്ടത്തിൽ ഇത് അനുവദിച്ചിരുന്നില്ല. അതിനുശേഷം നേരിട്ട് ഹാജരാകുന്ന നടപടിയിലേക്ക് കടന്നു. പിന്നീടാണ് ഇന്നിപ്പോൾ ഈ കേസ് റദ്ദാക്കിയത്. മുൻ MLA-യെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടത്. ഇതിൽ പ്രധാനമായും ഈ മുൻ MLA-യുടെ വാദം നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് സ്വമേധയാ ഹർജി സ്വീകരിച്ചത്. സിംഗിൾ ബെഞ്ച് മറ്റൊരു കേസ് പരിഗണിക്കുന്നതിനിടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ ഹർജി സ്വീകരിക്കുകയുമായിരുന്നു. ഈ സ്വമേധയാ കോടതി ഹർജി സ്വീകരിക്കുന്നതിന് ഒരു കോടതിയുടെ ഒരു നടപടിക്രമങ്ങളുണ്ട്. അത് ഒരു രീതിയിലും ഈ കേസിൽ പരിഗണിച്ചിരുന്നില്ല എന്ന് ഡിവിഷൻ ബെഞ്ച് കണ്ടെത്തി. തുടർന്നാണ് ഇപ്പോൾ ഈ കേസ് റദ്ദാക്കി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടത്. ഷപ്നയാണ് ലീഗൽ ഡെസ്കിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചത്.